അസലായിട്ട് പാടി വെറുതെ പറയല്ല. എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ ആ വാതിലിന്റെ പിന്നിൽ നിൽക്കണ ഒളിഞ്ഞു നിൽക്കുന്ന കലാകാരൻ കുഞ്ഞു വാവ അസലായിരുന്നു. എല്ലാവരോടും ഓരോരുത്തരായിട്ട് പറയുന്നില്ല, ഭയങ്കര നല്ല അറേഞ്ച്മെന്റ് ആയിരുന്നു. എന്ത് രസമായിട്ടാ പാടിയ ഞാനിനി എന്താ പാടുക? നമ്മള് സിനിമയിൽ വന്ന മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും പെട്ടെന്ന് പറയണ കുറെ പാട്ടുകൾ ഉണ്ടാവില്ല. അതിലൊന്നാണ് കദളിവാഴ. അത് പാടിയല്ലോ. എല്ലാവർക്കും ഇഷ്ടമുള്ള രസമുള്ളൊരു പാട്ടാണ്. കഴിഞ്ഞ പാട്ട് നല്ല സ്ലോ ആയിരുന്നില്ല, അപ്പൊ ഇത്തിരി ഒരു അല്പം ടെമ്പോ. ശരി, അതാവട്ടെ. കയ്യിലിരുന്ന് കാക്കയെന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ വിരുന്നുകാരാ
സിത്താര. എന്തായാലും ഇങ്ങനെ ഒരു ഓർക്കസ്ട്രേഷന് അത് എനിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. പാടി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇതിന് ചെയ്തിരിക്കുന്നത്. അറേഞ്ച്മെന്റ്സ് അയ്യോ പറഞ്ഞിട്ട് മതിയാവില്ല. നല്ല രസമായിരുന്നു. ഭയങ്കര ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാട്ടല്ലേ. അതിന്റെ വരികളൊക്കെ ഭയങ്കര കൗതുകമുള്ള ഒരു പാട്ടാണ്. ആഹാര സംബന്ധമായ പാട്ടാണ്. മലബാറിൽ കുറച്ച് കൂടുതലാണ്, കാരണം മലബാറിലാണ് നല്ല ഭക്ഷണം ഉള്ളത്. അതെ അതെ, അഭിമാനത്തോടെ ഞാൻ ഇരിക്കട്ടെ, ഞാൻ മലബാറുകാരിയാണ് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണം പ്രിയമായിട്ടുള്ള പാട്ടുകളും കുറച്ച് കൂടുതലാണ് അല്ലേ. ഞാൻ അടുത്ത് പാടാൻ പോകുന്നത് അങ്ങനത്തെ ഒരു പാട്ട്. ശരി, ഓഹോ, ഇതിന്റെ കണ്ടിന്യൂഷൻ. ഏത് പാട്ടാ ഇനി വരുന്നത് കോഴിക്കോട്ട് അങ്ങാടിയിലെ നിങ്ങളുടെ കോഴിക്കോടിന്റെ സ്വന്തം പാട്ട്.